അതേസമയം സുൻഹോയും ജോജോയുടെ ഷീൽഡിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് ഇവനെ കട്ട ദേഷ്യത്തിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവന്റെ ഗേൾ ഫ്രണ്ട് വിളിച്ചിട്ടും ഇവൻ ഫോൺ എടുക്കത്തില്ല. അതിനേശ് ഇപ്പൊ അടുത്ത ദിവസം കസിന് ലൈവ് സ്ട്രീം ഒക്കെ ചെയ്തിട്ട് അവൾ അവിടെ തന്നെ കിടന്നുറങ്ങുമ്പോഴാണ് ഇവളുടെ അമ്മയാണ് വേറൊരു ലേഡിയെ വിളിച്ചോണ്ടെന്ന് ഇവളുടെ സ്ഥലം വാടക കൊടുക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളാണ് പേടിച്ചിട്ട് അമ്മ എന്തോ അമ്മയെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവൾക്ക് ഇവിടെ ലൈവ് ഒക്കെ എടുക്കണം എന്ന് പറയുമ്പോൾ ഇവളുടെ അമ്മ ഒന്നും കേൾക്കാതെ നീ എന്റെ പൈസ എല്ലാം അടിച്ചു മാറ്റിയിട്ട് നിനക്ക് ലൈവ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ ഈ സ്ഥലം വാടക കൊടുക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് കസിന് മൊത്തത്തിൽ പേടിച്ച് ആ ലേഡിയോട് ഞാൻ ഇവിടെ നിന്ന് മാറത്തില്ല ആന്റി എന്ന് പറഞ്ഞ് അവരെ അങ്ങ് പറഞ്ഞേക്കും. ഇതേ സമയം സുൻഹോ വീട്ടിൽ നിന്ന് അവൻ പഴയതൊക്കെ ഓർത്ത് നോക്കുമ്പോഴാണ് ഇവന് മനസ്സിലാവുന്ന അപ്പൊ സത്യത്തിൽ ഇവന്റെ ഫോണിൽ ലവ് അലാറം അടിക്കാത്തുള്ള കാരണം അവളുടെ ഫോണിൽ പ്രൊട്ടക്ഷൻ ഇട്ടതുണ്ടാ, അല്ലാതെ ഇവനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നല്ലെന്ന്. അതുകൊണ്ട് അത് മനസ്സിലാക്കി അവനും കുറെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന അവന്റെ അമ്മ ടേബിളിൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് പോകുമ്പോൾ ഇത് കണ്ട് അവനും നിങ്ങളല്ലേ ഫ്ലവേഴ്സ് ഒറ്റ ദിവസം കൊണ്ട് വാടിപ്പോന്നറിഞ്ഞ് ഇവനോട് അന്ന് പറഞ്ഞേന്ന് ചോദിക്കും. അപ്പോഴാണ് അവന്റെ അമ്മയും പക്ഷേ ഈ ഫ്ലവേഴ്സ് ഇതുവരെ വാടിയില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇപ്പോഴും ഇവന്റെ ഗേൾ ഫ്രണ്ടിനോട് വല്ല സ്നേഹം ഉണ്ടെന്ന് ചോദിക്കും. കാരണം ഇന്നലെ ഫോൺ എടുക്കത്തോണ്ട് അവൾ വീട് വരെ ഇവൻ അന്വേഷിച്ച് വന്നിട്ട് പോയതാ. അങ്ങനെ ആ കാര്യം പറഞ്ഞ ഉടനെ ഇവനും ചെറുതായിട്ട് അപ്സെറ്റ് ആകും. അതേസമയം ഇവിടെ ഹെയ്യങ്ങും അവന്റെ അമ്മയെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് ഇവനെ അവന്റെ അമ്മയോട് ഇത്രയും വർഷം ഇവൻ ഒറ്റയ്ക്ക് നോക്കിയത് ഇവർക്ക് കഷ്ടപ്പാടൊന്നുമില്ലായിരുന്നു ചോദിക്കും. അപ്പോഴാണ് അവന്റെ അമ്മയും ഇവനെ പറഞ്ഞ് സമ്മാനപ്പെടുത്താൻ നോക്കിയാലും അവർക്കാണ് കരച്ചിലടക്കാൻ പറ്റാതെ ഇവർ കുറെ കഷ്ടപ്പെട്ടിട്ട് ഇവനെ വളർത്തിയെന്ന് പറയും. പക്ഷെ എന്നാലും ഇവൻ ഇത്ര നല്ല പയ്യനായിട്ട് ജീവിച്ചോണ്ട് അവർക്ക് സന്തോഷമുള്ളെന്ന് പറയുമ്പം ഇത് കേട്ട് അവനാണ് വിഷമിച്ചോണ്ട് അവന്റെ അമ്മയെ സമ്മാനപ്പെടുത്തും. അതിനുശേഷം അവന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് സുൻഹയാണ് ഇവനെ കണ്ടിട്ട് എന്നോടൊരു ഹായ് പോലും പറയാതെ പോകാമെന്ന് പറഞ്ഞ് അവനെ വിളിച്ച് സംസാരിക്കും. അങ്ങനെ ഇവരെപ്പോഴും പോകുന്ന ആ ഫേവറേറ്റ് പ്ലേസിലേക്ക് ചെല്ലുമ്പം സുൻഹോയും ഇന്നലെ അവൻ ജോജയെ കണ്ട കാര്യം ഇവനോട് പറയും. അങ്ങനെ അത് കേട്ട് ഹെയ്യങ് ഒന്നും പറയാതിരിക്കുമ്പം സുൻഹോ അവളെ കണ്ട് എന്തൊക്കെ സംസാരിച്ചെന്ന് ഇവൻ അറിയേണ്ടേയും ചോദിക്കും. പക്ഷെ ഹെയ്യങ് അതൊന്നും കാര്യമായിട്ട് എടുക്കാതെ അവൻ അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയുമ്പം ഇവനാണ് നീ ഇപ്പോഴും പണ്ടത്തെ പോലെ എല്ലാ കാര്യം മനസ്സിൽ തന്നെ വെച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഹെയ്യങ്ങിനോട് ചോദിക്കും അവളുടെ ലവ് അലാറം ഇവന്റെ ഫോണിൽ അടിച്ചിട്ടുണ്ടോന്ന്. അപ്പോഴാണ് ഹെയ്യങ്ങും അത് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ എത്ര വർഷം വേണമെങ്കിലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് സുൻഹോയും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അവസാനം ഇങ്ങനായി പോയില്ലേ എന്ന് പറഞ്ഞ് അവനും കുറച്ച് സങ്കടത്തിൽ സംസാരിക്കും. കാരണം ഇവന് വിഷമമുള്ളപ്പോഴൊക്കെ എപ്പോഴും ഹെയ്യിന്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ ഇപ്പൊ ഇവൻ കാരണം തന്നെ വിഷമായതുകൊണ്ട് ഇനിയിപ്പോൾ അവൻ ആരുടെ അടുത്ത് പോകുന്ന പറഞ്ഞ് ഹെയ്യിങ്ങിനോട് ചോദിക്കുമ്പം അവനൊന്നും പറയാതെ അവൻ അപ്സെറ്റായി അവിടെ നിന്ന് പോകും. അങ്ങനെ ജോജോയെ കണ്ട് അവൻ എന്തൊക്കെ സംസാരിച്ചെന്ന് ഇവൻ അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും അവൻ ചോദിക്കാത്ത. അതിനേശ് ഇവിടെ സുൻഹോ ഹെയ്യിങ് ഇല്ലാത്തോണ്ട് അവൻ നേരെ കാണാൻ ചെല്ലുന്ന അവന്റെ ഗേൾ ഫ്രണ്ടിനെയാ. അപ്പോഴാണ് അവളാണ് ഇവനെ കൊണ്ട് കുറച്ച് അപ്സെറ്റ് ആയിരിക്കും. കാരണം ഇന്നലെ ഫുൾ അവൾ വിളിച്ചിട്ട് ഇവ ഫോൺ എടുത്തില്ല. പക്ഷെ എന്നാലും ഇവൻ അകത്തേക്ക് വിളിച്ചെടുത്തി ഇവനെ കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കുമ്പോഴാണ് അവനാണ് നിനക്ക് എന്നോട് ദേഷ്യമൊന്നും വരുത്തില്ല എന്ന് പറഞ്ഞ് അവൻ തന്നെ ചോദിക്കും. കാരണം ഇന്നലെ ക്ലബ്ബിൽ ഒന്നും പറയാതെ ഇവൾ ഒറ്റയ്ക്കാക്കിയിട്ടാവും പോയ. അതേസമയം ഇവിടെ ജോജിയും ഹെയ്യിങ്ങിന് മെസ്സേജ് അയക്കാൻ വേണ്ടി പോകുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ ഫോണിൽ ഞാൻ ലവ് അലാറം അടിക്കും. കാരണം അവനിപ്പോ ഇവളെ കാണാൻ വേണ്ടി വന്നേക്കുക. അതിനുശേഷം ഇവ രണ്ടും കൂടെ സംസാരിക്കുമ്പോഴാണ് അവനും പെട്ടെന്ന് അവൾ ഹഗ് ചെയ്തിട്ട് ഇന്നലെ വീട്ടിൽ ഉണ്ടായിരുന്നെന്ന് ഇവളോട് കള്ളം പറഞ്ഞതിന് സോറി പറയും. കാരണം ഇവൻ ഒരു സ്ഥലം വരെ പോയതാ. അങ്ങനെ ആ സ്ഥലത്ത് നാളെയും പോണെന്ന് ഇവനിപ്പോ ഇവളോട് പറയുമ്പം ഇത് കേട്ട് അവളാണ് ഇവനെങ്കിൽ പിന്നെ തോന്നുമ്പോൾ ആ കാര്യം പറഞ്ഞാന്ന് പറഞ്ഞ് അവനിപ്പോ പറഞ്ഞയക്കും. അങ്ങനെ ഹെയ്യും എന്തോ ആലോചിച്ചോട്ടെന്ന് ഇവൾക്കറിയാം. പക്ഷെ അതെന്തോന്ന് അറിയാത്തോണ്ട് ഇവളിപ്പോ എന്തോ ചെയ്യേണ്ടതെന്ന് ഇവൾ കുറെ ആലോചിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് അടുത്ത ദിവസമാണ് ഹെയ്യും അവന്റെ അച്ഛനെ കാണാൻ വേണ്ടി ചെല്ലുമ്പം കറക്റ്റ് അതേസമയം ഇവൾ അവന് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് അവനാണ് കുറച്ച് ഷോക്കായിട്ട് ഇവളെ തന്നെ നോയിക്കൊണ്ടിരിക്കുമ്പം അവളും ഇന്നിവൻ എവിടേക്കാ പോകുന്ന അറിയത്തില്ലെന്ന് പറയും. പക്ഷെ എന്നാലും ഞാൻ കൂടെ വരുവാണ് അത് നിനക്ക് ശല്യമാകുമെന്ന് ചോദിക്കുമ്പം അവനാണ് അപ്പം തന്നെ ഇവളെ ഒരു കാരണവശാലും അവ ശല്യമായിട്ട് വിചാരിക്കത്തില്ലെന്ന് പറയും. അതോടെ അവളാണ് സന്തോഷത്തി എങ്കിൽ പിന്നെ ഞാൻ നിന്റെ കൂടെ വന്നോട്ടെന്ന് ചോദിക്കുമ്പം അവൻ ഇവളെ വിളിച്ചോണ്ട് അവന്റെ അച്ഛനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് ചെല്ലും. അപ്പോഴാണ് ആ സ്ഥലം എത്തിയുടനെ ഇവനും ഞാൻ അകത്തേക്ക് കയറിയിട്ട് പെട്ടെന്ന് തന്നെ വരാന്ന് പറഞ്ഞ് ഇവളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അതുകൊണ്ട് അവളും അവന് വേണ്ടി ഇവളെ തന്നെ വെയിറ്റ് ചെയ്യും. അപ്പോഴാണ് അവനെ കണ്ട് അവന്റെ അച്ഛനാണ് ഇയാളെ പരോളി പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ഇവനോട് നല്ലവനെ പോലെ ആക്ട് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഞാൻ മൊത്തത്തിൽ മാറി മോനെന്ന് പറഞ്ഞ് ഇനി ആരും കുത്തി കൊല്ലത്തില്ലെന്ന് അയാളുടെ നെഞ്ചു തൊട്ടോണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പം ഇത് കണ്ട് അവന് വിഷമം വരും. കാരണം ഇവന്റെ അച്ഛന്റെ അതേ സ്വഭാവം ഇവനാണ് നേക്കുന്നത്. ഇവൻ കള്ളം പറയുമ്പോഴും ഇങ്ങനെ നെഞ്ചത് തൊട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അവന്റെ അച്ഛൻ നല്ലവനായെന്ന് ചുമ്മാ കള്ളം പറയുന്ന മനസ്സിലാക്കി അവന് സങ്കടത്തിൽ തന്നെ നോയിക്കൊണ്ടിരിക്കും. അപ്പനാണ് ഇവന്റെ നോട്ടം കണ്ടിട്ട് അവന്റെ അച്ഛനാണ് ദേഷ്യത്തി എടാ നീ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നതാണോടാ, സത്യം പറഞ്ഞ് നീ എന്നെ പുറത്തെടുക്കാൻ വന്നില്ലല്ലേ. എന്നിന് അയാളും പെട്ടെന്ന് ദേഷ്യത്തി ഇവനെ കുറെ ചീത്ത വിളിച്ച് അയാളെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവസാനം പോലീസ് ഒന്ന് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് ഇവനും കരഞ്ഞോണ്ട് ഇവനിപ്പോ അവന്റെ അച്ഛനെ പുറത്തെടുക്കാത്ത ആ പിന്നീട് വിഷമിക്കുമെന്ന് അവനോട് തന്നെ ചോദിച്ചോണ്ടിരിക്കും. കാരണം അവന്റെ അച്ഛനെ പുറത്തെടുക്കാൻ അവൻ തീരുമാനിച്ചില്ല. അതിനുശേഷം അവനും കരഞ്ഞോണ്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ഇത് കാണുന്ന ജോജാണ് പെട്ടെന്ന് ഓടിച്ചെന്ന് അവനെ ഹഗ് ചെയ്യും. അങ്ങനെ എന്തോ സംഭവം എന്നറിഞ്ഞില്ലെങ്കിലും അവൻ സങ്കടത്തിലാന്ന് ഇവൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ഇവിടെ സുൻഹോയുടെ ഗേൾ ഫ്രണ്ടും പുറത്ത് ഷൂട്ടിങ്ങിന് വന്നേക്കുമ്പോഴാണ് അവളുടെ ഫോണിൽ ലവ് അലാറം അടിക്കുന്നുണ്ട്. അവളും കരഞ്ഞോണ്ടിരിക്കും. കാരണം ഇന്നലെ സുൻഹയോട് ഇവൾ സംസാരിച്ചപ്പോ അവനാണ് അവന്റെ ബ്രേക്കപ്പിന്റെ വിഷമെല്ലാം ഇവളോട് തീർത്തതിന് സോറി പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. കാരണം ഇവൾ യൂസ് ചെയ്തതായിട്ടാ അവൻ വിചാരിക്കുന്നത്. അങ്ങനെ അവൻ അങ്ങനെ
പറഞ്ഞേ കേട്ട് ഇവളിപ്പം നല്ലോണം വിഷമിച്ചിരിക്കും. അതിനുശേഷം ഇവളെ കാണാൻ വരുന്ന സുൻഹയാണ് അവ ഇന്നലെ പറഞ്ഞതിനെ കുറിച്ച് ഇവളോട് സോറി പറയാൻ വരുമ്പം പെട്ടെന്ന് അവൾ അവനോട് നമ്മൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദിവസം നിലച്ചു നിൽക്കും തോന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായെന്ന് പറയും. അങ്ങനെ ഇത് ഇവർ തമ്മിലുള്ള ബ്രേക്കപ്പ് പോലെ, അതുകൊണ്ട് അവൾക്ക് നല്ല വിഷമമുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് വന്ന സുൻഹയാണ് വിഷമിച്ചിരിക്കുന്നുണ്ട്. അവന്റെ അമ്മ അടുത്തേക്ക് വന്നിട്ട് ഇവനെല്ലാം സഹായം ഉണ്ട് അവർ ചെയ്തു തരാന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും എന്തുവാ നിങ്ങൾ എന്നെ സഹായിക്കുന്നു, എങ്ങനാ അന്ന് ആക്സിഡന്റിന് ശേഷം എന്നെ റൂമിൽ തന്നെ അടച്ചിട്ട പോലെ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവന്റെ അമ്മയും അന്ന് ഇവന്റെ ആക്സിഡന്റ് കാരണം ഇവൻ ആ പെങ്കൊച്ചിനെ സ്നേഹിക്കുന്ന കാര്യം നാട്ടുകാർ ഫുൾ അറിഞ്ഞ് ഇവന്റെ അച്ഛന്റെ ഇലക്ഷന് പ്രശ്നം വരുന്ന പേടിച്ച ഇവൻ അടച്ചിട്ടിരുന്നെന്ന് പറയുമ്പം ഇത് കേട്ട് അവനാണ് അപ്സെറ്റ് ആയിട്ട് അന്ന് നിങ്ങൾ ഇലക്ഷന് ജയിക്കാൻ വേണ്ടി ഞാൻ എത്ര വലിയ കാര്യം നഷ്ടപ്പെട്ടെ നിങ്ങൾക്ക് അറിയാവുന്ന ഇപ്പൊ ഇവൻ അമ്മയോട് ചോദിക്കുമ്പം ഇത് കേട്ട് അവരാണ് അറിയാത്ത പോലെ ഇവൻ എന്തോ നഷ്ടപ്പെട്ടേന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ദേഷ്യത്തി ഇവരോടൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. കാരണം അവർക്കറിയാം ഇവൻ ജോജോയെ കുറിച്ചാണ് പറയുന്നതെന്ന്. അതേസമയം ഇവിടെ ജോജോയുടെ കസിനും അവൾക്ക് ആ ലവ് അലാറം ക്ലബ്ബിൽ ചേരാൻ വേണ്ടി കുറെ ആൾക്കാരോട് ചോദിച്ചാണ്. അപ്പോഴാണ് ഇവളുടെ ലൈവ് എപ്പോഴും നോക്കുന്ന ഒരു വ്യക്തി ആ ലവ് അലാറം ആദ്യം ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അവളും സത്യത്തിൽ നിങ്ങളാണോ ആ ലവ് അലാറം ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവൾ ലൈവിൽ കൂടെ ചോദിക്കുമ്പം ഇവൾ ചോദിക്കുന്നതൊക്കെ ഹോസ്പിറ്റലിലിരിക്കുന്ന ഗൂവും കണ്ട് റിപ്ലൈ ഇട്ടോണ്ടിരിക്കും. കാരണം ഇവളുടെ ലൈവ് സ്ഥിരമായിട്ട് ഇവനാണ് നോക്കിക്കൊണ്ടിരുന്നത്. സത്യത്തിൽ അവൻ മരിച്ചിട്ടില്ല. അപ്പോഴാണ് അവളും ആ ലവ് അലാറം ക്ലബ്ബിൽ ചെല്ലാൻ ഒരു 3000 പേർക്കെങ്കിലും എന്നെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞ് ഇവളുടെ ആപ്പിനകത്ത് അങ്ങനെയല്ല ഈസി ആയിട്ട് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം ഇത് കേട്ട് ഗൂ ആണ് ഒരു 10 പേരെങ്കിലും ഇവളെ ഇഷ്ടപ്പെടുവാണ് അവൻ ആ കാര്യം ഇവൾക്ക് ചെയ്തു തരാമെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൻ പോയതുടനെ ഇവൾ ഫോൺ എടുത്ത് നോക്കുമ്പം ഇവളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നേക്കും, ലവ് അലാറം പോലെ വേറൊരു ആപ്ലിക്കേഷൻ. അങ്ങനെ അതിനകത്ത് ഇവളുടെ അടുത്ത് ആരൊക്കെയാണോ ഇവളെ ഇഷ്ടപ്പെടുന്നതെന്ന് അതിനകത്ത് കാണിക്കും. അതുകൊണ്ട് അവളാണ് ഷോക്കായിട്ട് സത്യത്തിൽ ലവ് അലാറം ആപ്പ് നീയാണ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇവൾ മൊത്തത്തിൽ വിശ്വസിക്കാൻ പറ്റാതിരിക്കും. അങ്ങനെ അവസാനമായിട്ട് ആ ലവ് അലാറം ക്ലബ്ബിൽ പോകാന്ന് പറഞ്ഞ് അവൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇതേ സമയം ഗൂവിന്റെ ബ്രദറും അവന്റെ വീട്ടിലേക്ക് വന്നിട്ട് അവൻ ആ സിസ്റ്റം ഒക്കെ നോക്കി ജോജോയുടെ പ്രൊട്ടക്ഷൻ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം അടുത്ത ദിവസം കസിന അവളുടെ അമ്മയോട് ഇനി തൊട്ട് ഞാൻ എല്ലാ ജോലിയും വീട്ടിൽ നിന്ന് ചെയ്തോളാം പറഞ്ഞ് അവളുടെ അമ്മയ്ക്ക് ഒരു പേപ്പർ എഴുതി കൊടുക്കുമ്പം ഇവളുടെ അമ്മയാണ് സന്തോഷത്തിൽ അവർ പണി നോക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവളും അമ്മ എന്തോ അങ്ങനെ ഒരു നോട്ടം നോക്കിയെന്ന് പറഞ്ഞ് ഇവൾ താമസിക്കുന്ന സ്ഥലം വാടകയ്ക്ക് വിടാൻ പോകുന്ന പേടിച്ചിട്ടൊന്നല്ല അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് പറയും. കാരണം ഒരു 10 പേരുടെ ലവ് അലാറം വാങ്ങിക്കാൻ വേണ്ടിയാ അവളിപ്പോ സ്നേഹം കാണിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഹേയിങ്ങും അവൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജോജോ ആണ് ഇവന് മെസ്സേജ് അയച്ച് ഇവൾ ക്ലാസ് കഴിഞ്ഞ് അപ്പം തന്നെ ഇവനെ കാണാൻ വേണ്ടി ഓഫീസ് വരാന്ന് പറയും. കാരണം ഇവൾക്ക് ഇന്ന് ഇവനോട് എന്തോ പറയണ്ടെന്ന് പറഞ്ഞേക്കും. കാരണം അവൾ ഇന്ന് അവനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി പോവുക. അങ്ങനെ ആ സന്തോഷത്തിൽ അവൾ കോളേജിലേക്ക് ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ ഫോണിലാണ് ലവ് അലാറം അടിക്കും. അപ്പോഴാണ് ഇവൾ നോക്കുമ്പോൾ ഇവളെ ഫോളോ ചെയ്ത് തന്നെ സുൻഹോ പുറകെ കാണും. അങ്ങനെ അതിനുശേഷം അവൾ അവനെ കണ്ട് പേടിച്ചിട്ട് ബസ്സിൽ കയറി പോകുമ്പോഴാണ് ഇവനാണ് ഓൺ അടിച്ചോണ്ട് ഇവളുടെ പുറകെ തന്നെ വന്നോണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാരും കൂടെ ഇതാരെ ഓൺ അടിച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് സുൻഹയെ തന്നെ നോക്കുമ്പോൾ ഇവൾ അവനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യത്തില്ല. അതിനുശേഷം അവസാനം ഇവളും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് സുൻഹോയും ഇവളെ ഫോളോ ചെയ്ത് അവിടേക്ക് തന്നെ വരും. അതുകൊണ്ട് എല്ലാരും കൂടെ അവന്റെ ഫോട്ടോസ് എടുത്ത് സുൻഹോ ഇവിടേക്ക് വന്നോന്ന് പറഞ്ഞ് അവരൊക്കെ ഷോക്കായി നിൽക്കും. അപ്പോഴാണ് ഇവളാണ് അവനെ കണ്ട് പേടിച്ചിരിക്കുമ്പം അവൻ അടുത്തേക്ക് വന്നിട്ട് ഇനി ഇവൾ എവിടെ രക്ഷപ്പെട്ടു എന്ന് ചോദിക്കും. അതോടെ അവളാണ് അവൻ അവളുടെ ചെയ്ത് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവൻ അവളുടെ പുറകെ തന്നെ വന്നിട്ട് അവൾ വിളിച്ചിരുത്തി ചോദിക്കും ഇവളുടെ പ്രൊട്ടക്ഷൻ അറിഞ്ഞപ്പോ തൊട്ട് ഇവന് മൊത്തത്തിൽ ഭ്രാന്തളകിയിരിക്കുവന്ന്. പക്ഷെ ഞാൻ എത്ര ചോദിച്ചിട്ടും നീ എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ പോലും തരുന്നില്ലെന്ന് പറഞ്ഞ് അവനും ദേഷ്യപ്പെട്ടോണ്ട് ഇനി അവൻ ആ ലവ് അലാറം ആപ്പ് ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇവളുടെ കണ്ണ് കണ്ട് തന്നെ അവൻ മനസ്സിലാക്കും അറിഞ്ഞ് പെട്ടെന്ന് ഇവളെ കിസ് ചെയ്യും. അപ്പോഴാണ് അവൾ അനങ്ങാതെ സൈലന്റ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുമ്പം ഇത് കണ്ടിട്ട് അവനും അപ്പൊ സത്യത്തിൽ നിനക്ക് തന്നെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നീ മാറി പോകാത്തേന്ന് പറഞ്ഞ് അവൻ അവളോട് പറയും. അപ്പോഴാണ് അതേസമയം ഹെയ്യും കാണും ഓഫീസിൽ ഇരുന്ന് അവന്റെ ലവ് അലാറം ആപ്പ് നോക്കുമ്പോൾ ഇവനെ സ്നേഹിക്കാൻ പോകുന്ന ആൾക്കാർ ലിസ്റ്റേ കാണിച്ചേക്കും. അങ്ങനെ അത് ജോജോ ഉള്ളതിൽ അവന് ഭയങ്കര സന്തോഷം. പക്ഷെ ഇപ്പൊ ആ ലിസ്റ്റിനകത്തിരുന്ന് ജോജോ അങ്ങ് മാഞ്ഞു. അതുകൊണ്ട് അവൻ അതുകൊണ്ട് മൊത്തം ഷോക്കാവും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമോ നമുക്ക് ടിസ്റ്റോടെ വെയിറ്റ് ചെയ്ത് കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.